കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 3 മുന്നണികൾ ആര് ജയിക്കുമെന്നുള്ള ഒരു സന്ദേഹം നിലനിൽക്കുന്ന ഒരു അവസരമാണ്. ഇന്നലെ കലാശിക്കൊട്ട് തീർന്നു. പ്രചരണം എല്ലാ രീതിയിലും എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യജനാധിപത്യ മുന്നണി, അതിന് പിന്നിലായിട്ട് BJPയുടെ NDA കൂടി ഇരിക്കുന്നൊരു അവസരമാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രബുദ്ധ കേരളം, വിദ്യാസമ്പന്നരായ ജനസമൂഹം അവിടെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമോടെ നിരീക്ഷിക്കുകയും അതനുസരിച്ച് വോട്ടുകൾ ചെയ്യുന്ന ഒരു വിഭാഗം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടതിനൊരു തവണ വലതിനൊരു തവണ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ തവണ 10 വർഷം ഇടതുപക്ഷത്തിന് ലഭിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പെട്ടെന്ന്, നമ്മൾ ഹിന്ദിയിൽ പറയും ജഡ്ക കൊടുക്കാന്ന് പറയും, ജഡ്ക, ഷോക്ക് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ പെട്ടെന്നൊരു അടി കൊടുക്കുക എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീതി, അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രതീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സുമുഖനാണ്, ആ ഒരു പ്രതീതി കൊണ്ട് ജയിച്ച് പോരാം എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹം വക്കീലാണ്, ഒട്ടനവധി സവിശേഷതയുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞത്, അത് മുതിർന്ന നേതാക്കളോട് പോലും ആലോചിക്കാതെ അദ്ദേഹം പറയുകയാണ്, കൃഷ്ണൻകുട്ടി കഴിഞ്ഞ തവണ വിട്ട ഒരു വോയിസ് ക്ലിപ്പ്, അതായത് നമ്മളുടെ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്യു തോമസും സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞൊരു കരിമണൽ എന്തൊക്കെയോ ആ വെള്ളത്തിൻ്റെ കെട്ടി നിൽക്കുന്ന തിണ്ട് ഇടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക പെട്ടെന്നൊരു എന്താ പറയുക, ഈ എല്ലാം മാറ്റിമറിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇത്, ഈ അഴിമതി കഥയൊക്കെ ആയിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് വന്നത്. ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഒരു സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ കമ്പനി, അത് മാത്യൂസ് തോമസ് എന്ന വ്യക്തിയുടെ എന്തോ ബന്ധുവിൻ്റെ കമ്പനിയാണ് സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനിയുടെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ പ്രളയം ഉണ്ടാക്കിയത് എന്നുള്ളത് കൃഷ്ണൻകുട്ടി നൽകുന്ന രീതിയിലുള്ളൊരു ഇത് ഉള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം, ആർക്കും അറിയില്ല. പക്ഷേ ഇത്രയും വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തിനുള്ളിലേക്ക് എലക്ഷൻ്റെ 2 ദിവസം മുമ്പ് ഇങ്ങനെയൊരു വാർത്ത ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് മുന്നും അത് പറഞ്ഞുകൂടാ? ഇദ്ദേഹം പ്രസിദ്ധനായത് നിയമസഭയിൽ പിണറായിക്കെതിരെ ഘോരം പ്രസംഗിച്ചു. ഒരു വക്കീൽ എന്ന നിലയിൽ അദ്ദേഹത്തിന് കോടതിക്കുള്ളിൽ പ്രസംഗിക്കുന്ന പോലെ അദ്ദേഹം പിണറായിക്കെതിരെ പ്രസംഗിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഈ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള ഒരു ഇത് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഈ ഇലക്ഷൻ്റെ തലേദിവസം ഇത്രയും വിദ്യാസമ്പന്നരായ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു ജഡ്കയുമായിട്ട് വരിക, ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, എന്നാ പിടിച്ചോ ദേന, ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, ഇന്ന് അതിനുള്ളൊരു ഇത് എന്നുള്ള രൂപത്തിലാണ് ആ ദിവസം വരെ. അദ്ദേഹത്തിന് മുമ്പ് ഇത് ബിൽറ്റ് ചെയ്യായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അറ്റ്ലീസ്റ്റ് 1 മാസം മുമ്പ് ബിൽറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് ബിൽറ്റ് ചെയ്ത് ഒരു അറ്റത്തെത്തിയനെ. ഇത് ബിൽറ്റ് ചെയ്യാതെ തലേ ദിവസം കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ അതിനെ നോക്കിക്കാണുക, അദ്ദേഹത്തിൻ്റെ ഇത് റിസൾട്ട് നോക്കിക്കാണുക മറ്റൊരു രീതിയിലായിരിക്കും. കാരണം താങ്കൾക്കിത് മുമ്പ് കൊണ്ടുവരായിരുന്നല്ലോ, ഇത് മുന്നേ ഉള്ള വിഷയം താങ്കൾ കയ്യിൽ വെച്ചിട്ട് ഇലക്ഷൻ്റെ മുമ്പ് ജനങ്ങളെ മാറ്റിമറിക്കാൻ വിദ്യാഭ്യാസമില്ല. അതായത് ജനാധിപത്യത്തിന് വിദ്യാഭ്യാസം ഒരു വലിയൊരു ഘടകമാണ്. വിദ്യാഭ്യാസമില്ലാത്തൊരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ജനാധിപത്യം ഇട്ടുകൊടുത്തിട്ട് ഒരു കാര്യമില്ല. പക്ഷേ കേരളം അതല്ല. കേരളം അങ്ങനെയുള്ളൊരു സമൂഹമല്ല, വിദ്യാഭ്യാസമുള്ള സമൂഹമാണ്. തലേദിവസം എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, കാരണം അവിടെ തോൽക്കുമെന്നല്ല ഇതുണ്ട്. UDFന് LDFന് ഒരു ചെറിയ, അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഫോട്ടോ ഫിനിഷ് ആണെങ്കിലും LDFന് ചെറിയൊരു മുന്നേറ്റം ഈ ഇലക്ഷനിലുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ മാത്യു തോമസിലേക്ക് വരുമ്പോൾ, അദ്ദേഹം കെട്ടിയിറക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഇവിടുത്തെ മുതിർന്ന നേതാക്കൾക്ക് അത് ഇഷ്ടമല്ല. കാരണം മുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, സുധാകരൻ, ഇങ്ങനെയുള്ള ഒട്ടനവധി ജനങ്ങളുണ്ട്.
പെട്ടെന്ന് വന്നിട്ട് ഒരു ഒരു ഇത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തി എന്ന നിലയിലാണ് ഇദ്ദേഹം ഇറങ്ങുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സീറ്റ് എവിടെ കൊടുക്കും, ചാലക്കുടി കൊടുക്കണോ, മൂവാറ്റുപുഴ കഴിഞ്ഞ ഇലക്ഷനിൽ. അപ്പോൾ ഇദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ സെക്യൂർ ആയിട്ടുള്ളൊരു മൂവാറ്റുപുഴ സീറ്റ് അടിച്ചു മാറ്റി കഴിഞ്ഞ തവണ എങ്ങനെയോ ജയിച്ചു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇതായി. അദ്ദേഹം ഏറ്റവും കൂടുതൽ മീഡിയയ്ക്ക് മുമ്പിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തെളിയിച്ചത് നിയമസഭയ്ക്കുള്ളിൽ ഈ പിണറായിക്കെതിരെ ഒരു പ്രസംഗം നടത്തി എന്നുള്ളതാണ്. അതിലും ഉപരിയായിട്ട് ഇദ്ദേഹത്തിന് ഇന്ന് ഒരു അടിപ്പതറാനുള്ള സാധ്യത മൂവാറ്റുപുഴയിലെ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലും ഒപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് എല്ലാവർക്കും ഒരു സഹായമായിക്കോട്ടെ എന്നൊരു രീതിയിലാണ് അദ്ദേഹം വന്നത്. ഞാൻ പറയാനുള്ള വിഷയം വഖഫ് വിഷയം പൊന്തി വന്നപ്പോൾ ഒട്ടനവധി മാർ റാഫേൽ തട്ടിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തി പോലും മുനമ്പത്ത് വന്നിട്ട് പറഞ്ഞു, ഇടതിനും വലതിനും വോട്ട് ചെയ്യരുത്, നമ്മളെ ഈ സ്ഥിതിയിലെത്തിച്ചത് അവരാണ്. കാരണം അവരുടെ ഭൂമി തട്ടിയെടുത്ത് പ്രത്യേക സമുദായത്തിൻ്റെ വിശ്വാസപ്രകാരം ആ ഭൂമി കൊടുക്കുന്നതിന് വേണ്ടി. അപ്പം ഒട്ടനവധി ഈ മതമേലധ്യക്ഷന്മാരും വൈദികരൊക്കെ പ്രത്യേക സമുദായത്തിനെതിരെയൊക്കെ പ്രസംഗിച്ചു. കാരണം ഞങ്ങളുടെ ആൾക്കാരാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എതിരെയാണ് നിങ്ങളുടെ നീക്കമെന്നൊക്കെ പറഞ്ഞപ്പോൾ മാത്യു കുഴൽനാടൻ മതമേലധ്യക്ഷന്മാർക്കൊരു ക്ലാസ് എടുത്തു. അങ്ങനെ ഇത് ഇസ്ലാമിക സമൂഹത്തിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തരുത്, ഞാൻ പറയണത് കേൾക്കണം. ഇദ്ദേഹം മത്സരിക്കുന്നത് മൂവാറ്റുപുഴ അല്ലറ ചില്ലറ ഇസ്ലാമിക വോട്ടുകൾ ഉണ്ട് എന്നുള്ള ബലത്തിലാണ്. അത് സംഘടിതമായി കിട്ടുന്നതിന് വേണ്ടി, അത് സംഘടിതമായി കോൺഗ്രസിന് തന്നെ കിട്ടും, അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ബഹുഭൂരിപക്ഷം ഉള്ളത് ക്രിസ്ത്യൻ കത്തോലിക്ക വോട്ടുകളാണ്. ആ വോട്ടാണ് അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയ വ്യത്യാസം പോലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് ബാധിക്കും. അപ്പം ഇദ്ദേഹം മതമേലധ്യക്ഷന്മാരെ പോലും പഠിപ്പിക്കാനായിട്ടുള്ള രീതിയിലേക്ക് വളർന്നു എന്ന തലത്തിലാണ് ഇദ്ദേഹം അന്ന് വലിയൊരു രീതിയിൽ വഖഫ് വിഷയം വന്നപ്പോൾ പറഞ്ഞത്. കാരണം നമ്മൾ ഇസ്ലാമിക സമൂഹത്തിനെതിരെ ഒന്നും ചെയ്തത്. അപ്പം അവിടെ ഈ മുനമ്പത്തുള്ള ക്രിസ്ത്യാനികളും കുടിയൊഴിപ്പിക്കപ്പെടാണ്. അവരുടെ ഭൂമി അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി. അത് മുഴുവനും ചെയ്തത് ഈ പ്രത്യേക സമുദായത്തിൻ്റെ ഭാഗമായിട്ടാണ്. വഖഫ് എന്ന് പറയുന്ന ആ ഒരു ബോർഡാണ്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ മൂലം അതിൽ മാറ്റം വരുന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇദ്ദേഹത്തിനൊരു ആശങ്ക, കത്തോലിക്ക വിഭാഗം ക്രിസ്ത്യൻ വിഭാഗം വഖഫ് വിഷയത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് വോട്ടിൽ ഒരു മാറ്റം മധ്യ തിരുവിതാംകൂറിലും പ്രത്യേകിച്ച് മൂവാറ്റുപുഴയും ആ ഒരു ബെൽറ്റിൽ മാറ്റം വരാനുള്ള സാധ്യത ഏറെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തെ നമ്മളൊരു പരീക്ഷ എഴുതുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പുള്ളൊരു വായിച്ച് നോക്കലാണ് ഈ പറഞ്ഞ പരിപാടി. അതായത് കൃഷ്ണൻകുട്ടി, മാത്യു തോമസ്, സെൻറ്റ് മേരീസ് എന്നും പറഞ്ഞ് ഒരു പ്രളയം ഉണ്ടാക്കിയെന്നും പറഞ്ഞൊരു കഥയായിട്ട് വന്നിരിക്കുകയാണ് ഇദ്ദേഹം. അത് അദ്ദേഹം ഒരു മാസം 2 ആഴ്ച മുമ്പെങ്കിലും വന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രതികരിക്കാം, ആവശ്യത്തിന് പറയാം എന്താണ് കാരണങ്ങളെന്നുള്ളത്. അതൊന്നും ജനങ്ങൾ ഇതേപോലെ സംഘടിതമായിട്ട് മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ് അവിടെ ആർക്കും സീറ്റ് കൊടുക്കാത്തതിനെ പറ്റി, വടക്കൻ മലബാറിലും മറ്റ് പ്രദേശത്തും സീറ്റ് കൊടുക്കാത്തതിനെ പറ്റിയോ, അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന അഴിമതികൾ മുസ്ലിം ലീഗ് സംഘടിതമായിട്ട് ഏത് പാർട്ടിയാണെങ്കിലും സംഘടിതമായി നേടിയെടുക്കും. അതല്ലെങ്കിൽ അവിടെയുള്ള ഇസ്ലാമിക അധിനിവേശ ശക്തികളെയോ മലബാർ കലാപത്തെ, ചരിത്രപരമായിട്ടുള്ള മലബാർ കലാപത്തെ പറ്റിയോ വഖഫ് പോലെയുള്ള വിഷയങ്ങളെ പറ്റിയോ പ്രതിപാദിക്കാനായിട്ടുള്ള ആർജവം ഇദ്ദേഹത്തിനില്ല. അപ്പം ഇദ്ദേഹം ഒരു കിനാവ് കാണുകയാണ്. ഞാൻ പെട്ടെന്ന് ഇലക്ഷൻ്റെ തലേ ദിവസം ഒരു ജഡ്ക്കയും കൊണ്ടുവരും, ആ ജഡ്ക്കയിൽ കേരളം തിരിഞ്ഞു മറിയും. കേരളം വിദ്യാസമ്പന്നരുടെ നാടാണ് മിസ്റ്റർ കുഴൽനാടൻ. താങ്കളുടെ ആ തലേ ദിവസത്തെ ഒരു പൂഴിക്കടകൻ എന്ന് പേര് പറഞ്ഞോ, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് മാറുന്നതല്ല, അത് തിരിച്ച് അടിയായിട്ട് വരും എന്ന് കോൺഗ്രസ്സിൽ ഭയന്ന നേതാക്കന്മാർ എന്നെ വിളിച്ചു. ഇതുപോലെയുള്ള കാരണം ചിലപ്പോൾ 500 വോട്ടിന് ജയിക്കുന്നവരുണ്ട്. ആ 500 വോട്ട് മാറാനായിട്ട് താങ്കളുടെ ഒരു പ്രസ്താവന കൊണ്ടോ, അതല്ലെങ്കിൽ താങ്കളുടെ ഇതുപോലെ രാഹുൽ കൊണ്ടുവന്ന കുറേ ആൾക്കാർ, KT ബെന്നി എന്നും പറഞ്ഞ് ചാലക്കുടിൽ കൊണ്ടുവന്നു ഷോ കാണിക്കാനായിട്ടുള്ള. KT ബെന്നി കെട്ടിയിറക്കും. അതായത്
ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും എല്ലാവർക്കും മേലെ നിന്ന് വന്നിട്ട് അങ്ങോട്ട് കെട്ടിയിറക്കുന്നൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം താങ്കൾ കാണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഒട്ടനവധി കോൺഗ്രസ്സുകാർക്ക് വേദനയായിട്ടുണ്ട്, അവർക്ക് ആശങ്കയുണ്ട്. റിസൾട്ട് വരുമ്പോൾ താങ്കൾക്ക് അതിൻ്റെ ഫലം മനസ്സിലാവുമെന്ന് ഞാൻ താങ്കളെ അറിയിക്കുകയാണ്.